ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. എത്ര വേദനാജനകമാണ് മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരു സമയം. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നാം അനുഭവിച്ചിട്ടുള്ള വെറുക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ, സ്വന്തമായവർ തന്നെ പല കാരണങ്ങളാൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ, സഹോദര ബന്ധത്തിൽ, അയൽക്കാർ തമ്മിലുള്ള ബന്ധത്തിൽ, അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മെ വേദനിപ്പിക്കുന്ന വിധത്തിൽ അപവാദങ്ങൾ പറഞ്ഞ്, കള്ളം പറഞ്ഞ്, നമ്മെ ദുഷിച്ച്, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ചിലരെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ വന്നിട്ടുണ്ടാകാം, അല്ലേ? നമ്മുടെ ചുറ്റിലേക്കും ഒന്ന് നോക്കിയാൽ അവിടെയും ഇവിടെയുമെല്ലാം കാണുന്ന തിരസ്കരണത്തിൻ്റെ, അവഹേളനത്തിൻ്റെ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഇവിടെ ഈ തിരുവചനത്തിലൂടെ യേശു അന്ന് തൻ്റെ ശിഷ്യന്മാരോടും ഇന്ന് ഈ വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മിൽ ചിലരോടെങ്കിലും യേശു പറയുകയാണ്, ദ്വേഷിക്കുന്നവർ, അവഹേളിക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ വരുമ്പോഴും അങ്ങേയറ്റം സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഒരു നല്ല വിശ്വാസിയായിരുന്ന ദൈവത്തിനോടൊപ്പം നിഷ്കളങ്കനായി നമുക്ക് നടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മെ ഈ ലോകം തള്ളുകയാണെങ്കിലും നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറുള്ള ദൈവം, നീതി നിമിത്തം മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും ദൈവനീതിക്കായി നിലകൊള്ളുന്നവരാണ് നാമെങ്കിൽ, അതിനായി കഷ്ടം സഹിക്കുവാനും മരിക്കുവാനും തക്കവണ്ണം ദൈവനീതിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നസ്രായൻ്റെ കണ്ണുകളിൽ നാം ഭാഗ്യവാന്മാരാണ്. എന്താണ് അതിനുള്ള കാരണം? അവൻ നീതിമാനായ ദൈവപുത്രൻ ഒരിക്കൽ സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെട്ട് ഉപദ്രവമേറ്റ് കൊല്ലപ്പെട്ടവനാണ്. നീതിമാനായ തന്നെ ഉപദ്രവിച്ചു കൊന്ന തൻ്റെ സ്വന്തം ജനം, പിന്നീട് തൻ്റെ ശിഷ്യന്മാരും നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി അവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ദൈവ പദ്ധതിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട്, ഉപദ്രവിക്കപ്പെട്ട്, കല്ലെറിഞ്ഞും കാരാഗ്രഹത്തിലടച്ചും കൊന്ന് തള്ളപ്പെട്ടവരാണ്. എന്നിട്ടും അവർ ഈ ഭൂമിയിലെ ഭാഗ്യവാന്മാരായിരുന്നു. സ്വർഗരാജ്യം അവർക്കുള്ളതായിരുന്നു. കഷ്ടതകളും പീഡനങ്ങളും അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനുഭവിച്ചു എങ്കിലും അവരുടെ ഭാഗ്യാവസ്ഥ നിത്യമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതുമായിരുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ഉപദ്രവിക്കപ്പെട്ട് കൊല്ലപ്പെട്ട നസ്രായൻ നമ്മോടൊപ്പം നിൽക്കുന്നു എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒന്നും നമ്മെ വേദനിപ്പിക്കില്ല. കാരണം ഈ ലോകത്തെ നഷ്ടങ്ങൾക്കപ്പുറം ഒരു മഹത്വം നമ്മെ കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ, എന്ന സ്വപ്നത്തിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ മഹത്വത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നസ്രായൻ അർഹത നൽകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.